പ്രസാദ് ഉടുമ്പശ്ശേരി കൂടിയുണ്ട്. പ്രസാദ്, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഇയാളുടെ മെഡിക്കൽ അടക്കം എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ളത് നാളെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ ചോദ്യം ചെയ്യണം, മാധ്യമങ്ങളോട് അവർ സംസാരിക്കണം. അപ്പോൾ മാത്രമല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാനുള്ള സാധ്യതയുള്ളൂ. ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്, എങ്ങനെയായിരുന്നു ഈ പോലീസ് ഓപ്പറേഷൻ എന്നടക്കമുള്ള കാര്യങ്ങൾ. ലക്ഷ്മി, ഇപ്പോൾ ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത് ഇയാളുടെ ചെന്താമരയുടെ വീടിന് സമീപം, ബോയം കോളനിക്ക് സമീപമുള്ള പാടത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് ഇയാളുടെ സഹോദരൻ രാധാകൃഷ്ണനെ പോലീസ് വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു. അതിൽ വിവരങ്ങൾ എടുത്തിരുന്നു. അതിൽ അയാൾ നൽകിയ വിവരം ഇന്ന് അയാൾ ഒരുപക്ഷെ അയാളുടെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, വീട്ടിലേക്കോ തറവാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളൊരു കാരണമായി പോലീസിനോട് ഇയാൾ പറഞ്ഞത്, ഇയാൾക്ക് ഒന്നിലേറെ ദിവസം 2 ദിവസത്തിൽ കൂടുതൽ വിശപ്പ് സഹിച്ച് നിൽക്കാൻ കഴിയില്ല, ഒളിവിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ തന്റെ വീട്ടിലേക്കോ ചെന്താമരയുടെ വീട്ടിലേക്കോ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. പോലീസ് അങ്ങനെ വല വിരിച്ചുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇയാളുടെ വീടിന് സമീപത്തും അതോടൊപ്പം തന്നെ തറവാടിന് സമീപത്തും അങ്ങനെ പോലീസ് കാത്തു നിൽക്കുകയായിരുന്നു. പോലീസ് കരുതിയതുപോലെ തന്നെ ചെന്താമര പാടത്തിലൂടെ വരുന്ന സമയത്താണ് ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. പിന്നീട് പോലീസ് വാഹനത്തിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ അവിടെ നിന്ന് ഒരു സ്വകാര്യ വാഹനത്തിലേക്കാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് പോലീസ് വാഹനത്തിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഇത് പോലീസ് ഇയാളെ കൊണ്ടുപോവുകയാണെന്ന് സംശയം തോന്നി വഴിയിൽ എവിടെയെങ്കിലും തടഞ്ഞു നിർത്തി പ്രതിഷേധമുണ്ടാകുമെന്ന് കരുതിയാണ് പോലീസ് അത് ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ പ്രതിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിയെ പിടികൂടി എന്നതാണ്. ഇനിയുള്ള ഈ ജനരോഷം അത് അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് അവിടുത്തെ ഇപ്പോൾ തന്നെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ആളുകളുടെ രോഷം അതിനകത്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ പോലീസിന്റെയും അതോടൊപ്പം തന്നെ ആ നാട്ടുകാരുടെയും എല്ലാം ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അത് ഇത്രയും രോഷമുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും ഈ പ്രതി ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതിൽ ഒന്ന്, നാട്ടുകാർക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ചെന്താമര പലപ്പോഴും അവിടുത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സുധാകരന്റെയും കുടുംബത്തെയും മാത്രമല്ല അവിടുത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതെല്ലാം ചെയ്ത് ഇപ്പോൾ ചെന്താമര ലോക്കപ്പിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പോലീസും എല്ലാം ചെന്താമരയിൽ നിന്നും മൊഴിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ എവിടെയായിരുന്നു ഇന്നലെ കഴിഞ്ഞിരുന്നത്, എവിടെ, അതിനുശേഷം ഒളിവിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നാളെ SP മാധ്യമങ്ങളെ കാണുന്നുണ്ട് രാവിലെ. ആ സമയത്ത് ഇതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. അയാളിൽ നിന്നും മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഈ കൃത്യം നടത്തിയതിനു ശേഷം എവിടേക്കാണ് പോയത്, എവിടെയാണ് ഈ കൊലപാതകം നടത്താനുള്ള കാരണം എന്താണ്, 2019 ഇയാൾ കൊലപാതകം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അയാളുടെ ഭാര്യയെയും മക്കളെയും വേർപിരിഞ്ഞു പോകാനുള്ള കാരണം. അയാളുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാം, ഒരു കൂസലും ഇല്ലാതെയാണ് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ കണ്ണുകളിൽ പക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കുറ്റബോധവും, 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ഒരു കുറ്റബോധവും ആ മുഖങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പോലീസ് ചോദിക്കുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായി അയാൾ മറുപടി പറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. 2 പോലീസുകാർ അവിടെ ഇരുന്ന് അയാളിൽ നിന്നും മൊഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നു, വിശദാംശങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കൂസലില്ലാതെ, ഒരു ഭാവഭേദവുമില്ലാതെ, ഒരു കുറ്റബോധവുമില്ലാതെ അയാൾ പോലീസിന് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2019 ഞാൻ സൂചിപ്പിച്ചതുപോലെ 2019 കൊലപാതകം സുധാകരന്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് അന്ധവിശ്വാസത്തിന്റെ മുകളിലായിരുന്നു. ഇയാളുടെ കുടുംബത്തിന് എതിരെ ഇയാളെ വേർപിരിക്കുന്നതിന് വേണ്ടി കൂടോത്രം ചെയ്തു എന്ന കൂടോത്ര ഭീതിയിലായിരുന്നു. അങ്ങനെ പക മനസ്സിൽ സൂക്ഷിച്ച് ഇയാൾ നടക്കുകയായിരുന്നു. ഒരു ജ്യോത്സ്യനെ പോയി കണ്ടപ്പോൾ നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ അയാളുടെ കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ട അയൽവാസിയായ സജിത, അവരുടെ മുടിക്ക് നീളമുണ്ട്, അവരാണ് ഈ കൂടോത്രം ചെയ്തതെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അന്ധവിശ്വാസം ഒരു വൈരാഗ്യത്തിലേക്ക് വളർന്നു. അതൊരു പകയായി മാറി. ആ പക ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു. ആ കൊലപാതകത്തിൽ അയാൾ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി, 2022 ജാമ്യത്തിലിറങ്ങി.